ഈ അടുത്ത് ഞാൻ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് വാങ്ങിയതാണ് ഈ 3 ബോട്ടിൽ മെഡിസിൻ. ഇത് പല ആൾക്കാരും വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് റെഡിമെയ്ഡ് മെഡിസിനായിട്ട് വരുന്നതാണ്. മിസ്റ്റർ യെല്ലോ, മിസ്റ്റർ ബ്ലൂ, അതുപോലെ തന്നെ മിസ്റ്റർ ഗ്രീൻ. മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്ന ആ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അത് മീനുകൾക്ക് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിസ്റ്റർ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. മിസ്റ്റർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഇച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഈ ബോട്ടിലിൻ്റെ കളർ പോലെ തന്നെയാണ് അതിനകത്തുള്ള ലിക്വിഡിൻ്റെ കളറും. മഞ്ഞയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറുള്ള ലിക്വിഡാണ്. അപ്പോൾ നീല പച്ചയാണെങ്കിൽ അതാത് കളറിൽ തന്നെയാണ് അവർ ലിക്വിഡിൻ്റെ കളറും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 30 രൂപയാണ് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വേറെ കുറച്ച് സാധനങ്ങളോട് ഒരുമിച്ചാണ് വാങ്ങിയത്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ വില എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മറ്റ് സാധനങ്ങളുടെ വില എനിക്കറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഏകദേശം 90 രൂപയാണ് വരുന്നത് ബാലൻസ്. അപ്പോൾ ഇതിന് ഓരോന്നിനും 30 രൂപ വെച്ചാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അല്ല. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഉപ്പാണ്. ഉപ്പല്ലാതെ ഇതുവരെ ഞാൻ വേറൊരു മെഡിസിനും യൂസ് ചെയ്തിട്ടില്ല. ഉപ്പല്ലാതെ ഞാൻ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മെത്തലിൻ ബ്ലൂ ആയിരുന്നു. അത് ഇപ്രാവശ്യം ഞാൻ വാങ്ങിയില്ല, അടുത്ത പ്രാവശ്യം വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഞാൻ ഇതാണ് വാങ്ങിയത്. മെത്തലിൻ ബ്ലൂ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിന് 150 രൂപയാണ് പറഞ്ഞത്. പൗഡർ ഫോമാണ്. ഉപ്പും മെത്തലിൻ ബ്ലൂവും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ബോട്ടിലുകൾ ഞാൻ വാങ്ങിയത്. ഇത് ഒരു റെഡിമെയ്ഡ് മെഡിസിൻ പോലെ വരുന്നതാണ്. ഇതേപോലെ മെഡിസിനുകൾ പല ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. APIയുടെ ഒക്കെ ഫംഗസ് ക്യൂർ, അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട്, പിന്നെ നമ്മുടെ ഫിൻറോട്ട്, വെൽവെറ്റ് ഡിസീസ്, ഇതിനൊക്കെ സ്പെസിഫിക് ബ്രാൻഡുകൾ ഇതുപോലെ മെഡിസിൻസ് ഇറക്കുന്നുണ്ട്. മീനുകൾക്ക് എപ്പോഴെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ മിസ്റ്റർ യെല്ലോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇത് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ, വെൽവെറ്റ് ഡിസീസിനൊക്കെ യൂസ് ചെയ്യാം. മൈൽഡ് ആയിട്ടുള്ള ചെറിയ ഡിസീസുകൾക്ക് ചെറിയ ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനേ സാധിക്കൂ. പിന്നെ ഗിൽസ് റോട്ട്, ടെയിൽ റോട്ട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മൈൽഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിവൊക്കെ സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ പിന്നീട് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം മുറിവോ അൾസറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഡോസേജ് എഴുതിയിട്ടുള്ളത് 1 ml നമ്മൾ 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 48 മണിക്കൂറാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ ഫിൻ റോട്ട്, ഗിൽ റോട്ട് അല്ലെങ്കിൽ ടെയിൽ റോട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ശരീരം മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ചെറിയ രീതിയിലുള്ള മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫംഗൽ പ്രോബ്ലംസോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കായിട്ട് ഇത് യൂസ് ചെയ്യാം. നമ്മൾ ചില അക്വേറിയം ഷോപ്പുകളിലൊക്കെ മീനുകളെ പാക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു യെല്ലോ ലിക്വിഡ് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ആ സെയിം ലിക്വിഡ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സോൾട്ടും അതുപോലെ തന്നെ നമ്മുടെ മെത്തലിൻ ബ്ലൂ ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്, സോൾട്ടും മെത്തലിൻ ബ്ലൂവും. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ബോട്ടിലുകൾ, സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. ഞാനിത് ട്രയൽ അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. എന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. ഇത് മിസ്റ്റർ ബ്ലൂ ആണ്. ഫ്രണ്ടിൽ ലേബൽ ചെയ്തിരിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ എന്നാണ്, അതായത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പുറകിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇച്ചിന് യൂസ് ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഫംഗസ്, ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ കാണിച്ച ആൻറ്റിസെപ്റ്റിക് ആണ്, അത് മൈൽഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസിനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇച്ചും അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സംഭവമാണ്, മിസ്റ്റർ ബ്ലൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡോസേജ് ആണ് എഴുതിയിട്ടുള്ളത്. 1 ml നമ്മൾ 20 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 24 മണിക്കൂറാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം പറയുന്നത്. പിന്നെ സൈഡിൽ നോട്ടായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, അതായത് ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഡിസീസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യുന്നത്, നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ഓക്സിജൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഈ ഒരു സംഭവം മിസ്റ്റർ ബ്ലൂ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ അക്വേറിയത്തിലേക്കോ ആഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനകത്ത് എനിക്ക് തോന്നുന്നു മെത്തലിൻ ബ്ലൂ തന്നെയാണ് അവർ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ പ്രൊഡക്റ്റുകളുടെ ഒന്നിലും പുറകിൽ ഇവർ എന്താണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കണമെന്ന് എഴുതിയിട്ടില്ല. കെമിക്കൽ കോമ്പൗണ്ട്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിൽ ഇവർ ആഡ് ചെയ്തേക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഇത് മിസ്റ്റർ ഗ്രീൻ ആണ്. വൈറ്റ് സ്പോട്ട് എന്നാണ് ഫ്രണ്ടിൽ ലേബൽ കൊടുത്തിട്ടുള്ളത്. പുറകിൽ വായിക്കുമ്പോൾ അവർ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഇച്ച്, ഫംഗൽ ഇൻഫെക്ഷനും യൂസ് ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബ്ലൂവിൽ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഏകദേശം ഈ ഒരു മിസ്റ്റർ ഗ്രീനിലും എഴുതിയിട്ടുള്ളത്. ഡോസേജും സെയിം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 1 ml 20 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 24 മണിക്കൂറാണ് ട്രീറ്റ്മെൻറ്റ് ടൈം. പക്ഷേ അവർ സൈഡിൽ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, ഇത് കുറച്ച് ടോക്സിക് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിസ്റ്റർ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഈ ഒരു മിസ്റ്റർ ഗ്രീൻ. ഈ പറഞ്ഞ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഇച്ച്, ഫംഗസ് ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ചില മീനുകൾക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ടെട്ര പോലുള്ള മീനുകൾ, അതുപോലെ തന്നെ ചെതുമ്പലുകൾ ഇല്ലാത്ത മീനുകൾ, അത്തരം മീനുകൾക്ക് അവർ പറയുന്നത് അളവിൽ കൂടുതൽ ആഡ് ചെയ്താലാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അവർ പറയുന്ന ആ ഒരു ഡോസേജിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ മിസ്റ്റർ ബ്ലൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫംഗ്ഷനൊക്കെ സെയിം ആണ്. ഇച്ചിനും ഫംഗസിനും ഒക്കെ തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ കുറച്ച് സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം, പിന്നെ മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യാം, പിന്നെ ഇതേപോലുള്ള റെഡിമെയ്ഡ് മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. വേറെ ബ്രാൻഡുകളിലും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് ആണ്. ഇതുപോലുള്ള ചില റെഡിമെയ്ഡ് ബ്രാൻഡഡ് മെഡിസിനുകളിൽ ഈ ഒരു ആൻറ്റിബയോട്ടിക് ഓൾറെഡി മിക്സ് ചെയ്ത് വരാറുണ്ട്. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പുറകിൽ നോക്കിയത്. പക്ഷേ അതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ വെൽവെറ്റ് ഡിസീസ്, ഫിൻറോട്ടൊക്കെ സീരിയസ് ആയിട്ട് ഒരു എന്താ പറയുക മൂർധന്യാവസ്ഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. അതേതാണ് ആൻറ്റിബയോട്ടിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെട്രാസൈക്ലിൻ ആണ്, അല്ലെങ്കിൽ ഓക്സി ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഇത് പൗഡർ ഫോമിൽ വരുന്നുണ്ട്, പിന്നെ ക്യാപ്സ്യൂളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്യാപ്സ്യൂൾ തുറന്നിട്ട് നമ്മൾ ആ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് നേരത്തെ പറഞ്ഞ ഉപ്പ്, അതുപോലെ തന്നെ മെത്തലിൻ ബ്ലൂ, പിന്നെ ആൻറ്റിബയോട്ടിക്, പിന്നെ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് മെഡിസിനുകൾ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.